ഉദ്ദാലകാരുണി പറഞ്ഞു, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏതു പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം പലയിടങ്ങളിൽ തട്ടിത്തടഞ്ഞ് എല്ലാം പരസ്പര പൂരിതവും പരസ്പര ബന്ധിതവുമായ ഒന്നാണെന്ന്. ഞാൻ തന്നെയാണ് നീയും, നീ തന്നെയാണ് ഞാനും. എന്ത് തോന്നിയാസിയായാലും വെള്ളടിച്ച് തെരഞ്ഞാലും അവന്റെ മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. അതുകൊണ്ടാണ് ഒരു പിറ്റേ ദിവസം രാവിലെ ഒരു കറുത്തോ കൊടുത്ത് ഒരു മാലയും കഴുത്തിട്ടാൽ പിന്നെ ആരായി അവൻ? സ്വാമിയായി, അയ്യപ്പനായി അവൻ. അയ്യപ്പൻ വേറെയും ഇവൻ വേറെയല്ല. അവിടെ ഇരിക്കുന്ന അയ്യപ്പനും ഇവിടെ ഇരിക്കുന്ന അയ്യപ്പനും ഒന്ന് തന്നെ, ഒന്ന് തന്നെ, രണ്ടല്ല. രണ്ട് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ദ്വൈതം എന്നാ പറയും. രണ്ടല്ല എന്നതിനോ അദ്വൈതമെന്ന് പറയും. അദ്വൈതമെന്ന് പറയും. അപ്പൊ മുസ്ലിം വേറെ, ക്രിസ്ത്യാനി വേറെ, ഹിന്ദു വേറെ ഉണ്ട്. ഇവരെല്ലാം ഉണ്ടാക്കിയ പല സ്ഥലത്തുനിന്ന് പല മൂലക്കിരുന്ന് ദൈവ പല മൂലക്കുന്ന് പല കാലത്തുണ്ടാക്കുമ്പോ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയില്ലപ്പാ രൂപം. എല്ലാത്തിനും രണ്ട് കണ്ണല്ലേ? മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും രണ്ട് കണ്ണല്ലേ? എല്ലാത്തിനും മൂക്കിന്റെ രണ്ടോട്ടയല്ലേ? എല്ലാത്തിനും ചോരക്ക് നിറം ചോപ്പല്ലേ? അറബിയിലും 10ാമത്തെ അല്ലേ പൂജ്യം ഇടുന്നത്, മലയാളത്തിലും 10ാമത്തെ അല്ലേ പൂജ്യം ഇടുന്നത്, അടുത്ത പൂജ്യം ഇടുന്ന ഗുണിക്കണം 10 അല്ലേ? 1 10 100 എന്നല്ലേ? ഇംഗ്ലീഷിൽ 1 10 100 10ന്റെ ഗുണിതല്ലേ? ഹിന്ദിയിൽ 10ന്റെ ഗുണിതല്ലേ? 1 10 100 1000. സംസ്കൃതത്തിൽ 10ന്റെ ഗുണിതല്ലേ? 1 ദശം ശതം സഹസ്രം 10 അല്ലേ? എല്ലാം 10. 10 കൂട്ടി വെക്കുന്നതിനെ സമ്പത്ത് എന്ന് പറയാ. സമ്പത്ത് 10 കൂട്ടി വെച്ച സമ്പത്ത്. 10 കൂട്ടി വെക്കാൻ ഒരു പെട്ടി ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടില്. പഴയ തറവാട്ടിൽ ചെന്ന് നോക്ക്. 10,000 എല്ലാം 10. ഈ ഭൂമിയിലുള്ള പല ദൈവങ്ങൾക്ക് പല പേരുണ്ട്, പല ഭാഷകളുണ്ട്. പക്ഷെ കണക്കല്ല, കണക്കല്ലേ, കണക്കല്ലേ, കണക്കല്ലേ. എന്താ കണക്ക് എന്ന വാക്ക് വന്ന എങ്ങനെയാ? നമുക്ക് 2 കണ്ണ്, ഓനും 2 കണ്ണ്, കണക്കാ. അതാ കണക്ക്. കണക്കല്ല, കണക്കാ. എങ്ങനെ വന്നു? എങ്ങനെ വന്നു? എല്ലാ മനുഷ്യരും എണ്ണം പഠിച്ചത് സ്വന്തം വിരലും എണ്ണീറ്റ. എല്ലാവർക്കും 10 വിരല. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും 10 വിരല അല്ലേ? വ്യത്യാസമുണ്ടോ? ഇത് യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് ഇതേ അതിന്റെ സോഫ്റ്റ്വെയർ മോഡല് ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് ബ്രഹ്മാവ് ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാ. ബ്രഹ്മാവ് അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത കണ്ടിട്ട് അപ്പാട് കർത്താവ് അത് അടിച്ചെടുത്തിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി. എന്നിട്ട് അത് മെസ്സഞ്ചറിൽ അള്ളാഹുവിന് അയച്ചു കൊടുത്തു. അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെന്ന് ആരും പറയോ? ഭാരത തത്വശാസ്ത്രം ലോകത്തോട് പറയുന്നത് നത്തിങ് എക്സ്ക്ലൂഡ്സ് എവരിതിങ് ഇൻക്ലൂഡ്സ്. ഇതെന്റെ വാക്കല്ല. വിവേകാനന്ദൻ ഭാരതത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന്റെ നായകനായിരിക്കുന്ന വിവേകാനന്ദൻ, അദ്ദേഹം ചിക്കാഗോയിൽ പോയിട്ട് പ്രസംഗിച്ചു. അതുവരെ വിദേശികൾക്ക് ഇന്ത്യയിലെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ കുറെ കൂടോത്രത്തിന്റെയും നരബലിയുടെയും ഹോമങ്ങളുടെയും മതമാണെന്നാണ്. ഇവിടെ ഒരു ദർശനമുള്ളവരറിയില്ല. അവർക്ക് അദ്വൈതം അറിയില്ല, തത്വമസി അറിയില്ല, ഈശാവാസ്യോപനിഷത്ത് അറിയില്ല, തൈത്തരീയ ഉപനിഷത്ത് അറിയില്ല. അതെല്ലാം വിവേകാനന്ദൻ അവിടെ പോയി പറഞ്ഞു, ഐ ആം പ്രൗഡ് ഓഫ് ഹിന്ദു ബിക്കോസ് ഞാൻ ഹിന്ദു എന്ന നിലയിൽ അഭിമാനിക്കുന്നു. കാരണം ഹിന്ദു ഈസ് നത്തിങ് എക്സ്ക്ലൂഡ്സ് എവരിതിങ് ഇൻക്ലൂഡ്സ്. ഒന്നിനെയും നിഷേധിക്കുന്നില്ല, എല്ലാറ്റിനെയും സ്വീകരിക്കും, എല്ലാറ്റിനെയും ഉൾക്കൊള്ളും. സഹിഷ്ണുതയുടെ, സഹനത്തിന്റെ, അഹിംസോ പരമോ ധർമ്മ എന്ന മതം. എന്നിട്ടും എന്തേ നമ്മുടെ രാജ്യം ഇങ്ങനെ പുറകോട്ട് പോയി? നിങ്ങൾ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ഈ ചിക്കാഗോയില വിവേകാനന്ദൻ പോയി പ്രസംഗിച്ച ആ നാടില്ലേ അമേരിക്ക, ആ അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നളന്ദയും തക്ഷശിലയും ഉണ്ടായിരുന്നു. അറിയണം, നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് മെൻഡലിയഫിന്റെ പട്ടിക 104 മൂലകങ്ങളും അതിന്റെ രാസവസ്തുക്കളുടെ സ്വഭാവവും കൃത്യമായി നിർവചിച്ചപ്പോഴാണ് ഇംഗ്ലീഷ് മരുന്ന് ടെസ്റ്റ് ട്യൂബും ലാബിലും പരീക്ഷണം നടത്തി ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ്
നമ്മുടെ നാട്ടിലുള്ള മരത്തിന്റെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് അത് കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കുന്ന വാദത്തിനോ പിത്തത്തിനും കഫത്തിനും പറ്റിയ ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഖ്യവും ഗുളികയും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനി എന്തൊരു ബുദ്ധിമാന്മാരായിരുന്നു മക്കളെ. ആലോചിച്ച് നോക്കൂ. അതൊക്കെ പോട്ടെ, നമ്മുടെ മഹാഭാരതം എന്ന കൃതിയെടുത്ത് നോക്കൂ. 1,64,000 ശ്ലോകം ഉണ്ടായിരുന്നു. അതിൽ 27,000 കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ എല്ലാം പേര് ഇന്നത്തെ കുട്ടിയൊക്കെ പേരിടും പോലെ ബായിക്ക് തോന്നിയ കോതക്ക് പാട്ട് ഉണ്ടാക്കിയ പേരല്ല. ഒരു പേര് പോലും മഹാഭാരതത്തിലും രാമായണത്തിലും അർത്ഥമില്ലാതെയില്ല. ശ്രീകൃഷ്ണനെ വളർത്തിയ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീക്ക് എങ്ങനെയാ പേര് വന്നറിയോ? അമ്മമാരറിയണം. ശ്രീകൃഷ്ണൻ ഓടക്കുഴലും എടുത്തിട്ട് യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ കുകൂല നായകൻ നീളം കലർന്നങ്ങു പാടുന്നേരം പെട്ടെന്ന് ഇവൻ പാട്ട് നിർത്തി. ആ സ്ത്രീ ചോദിച്ചു, എന്താ കണ്ണാ നിർത്തിയേ? അപ്പൊ ഇവൻ ചോദിച്ചു, ഈ യമുനയുടെ ഓളങ്ങൾ എന്താ കരയിലേക്ക് വരുന്നു, തിരിച്ചു പോവാത്തതെന്ന്. എല്ലാം കരയിലേക്ക് വരുന്നു, ഒന്ന് തിരിച്ചു പോകുന്ന കാണുന്നില്ല. എന്താ നിങ്ങളോടാ ചോദിച്ച, ഇനി എന്ത് പൊട്ടൻ ചോദ്യാടാ ചോദിക്കുന്നത്, എനിക്ക് വേറെ പഠിക്കാനില്ലേ എന്ന് പറയും അല്ലേ. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു, അതെന്താന്നറിയോ കണ്ണാ, നിന്റെ ഓടക്കുഴലിന്റെ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാഞ്ഞിട്ടാണടാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമോരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ.